മകളെ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ രാത്രിയിലും തുടർന്ന യുദ്ധം നേരം പുലർന്നിട്ടും അവസാനിച്ചില്ല. അവിടെ കുരുവംശത്തിലെ സഹോദരന്മാർ അവരുടെ സഹായികൾക്കൊപ്പം ചേർന്ന് രൂക്ഷമായ യുദ്ധം തുടർന്നു. അവർ പരസ്പരം നടത്തിയ ഘോരമായ ആക്രമണങ്ങളാൽ ഇരുപക്ഷത്തും കനത്ത ആൾനാശം ഉണ്ടായി. വിജയം ആർക്കെന്ന് നിർണ്ണയിക്കാൻ പറ്റാത്ത യുദ്ധമായിരുന്നു തുടർന്നത്. ദ്രോണാചാര്യരും അർജുനനുമായ ഉണ്ടായ യുദ്ധമായിരുന്നു അതിരൂക്ഷം. ആചാര്യൻ പ്രയോഗിക്കുന്ന ഓരോ ദിവ്യാസ്ത്രത്തിനും ശിഷ്യൻ കൃത്യമായ അസ്ത്രങ്ങളാൽ മറുപടി നൽകി. ഏറ്റവും ഒടുവിൽ ദ്രോണാചാര്യർ ബ്രഹ്മാസ്ത്രം വിക്ഷേപിച്ചു. അണ്ടകടാഹം മുഴുവൻ വിറച്ചു. കടൽ തിരമാലകൾ ഉയർന്നു പൊങ്ങി. ആകാശം കാർമേഘങ്ങളാൽ മൂടി. എന്തും സംഹരിക്കാൻ തയ്യാറായി നിന്ന ദ്രോണരുടെ ബ്രഹ്മാസ്ത്രത്തെ ശിഷ്യനായ പാർത്ഥൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ തടഞ്ഞു. ഇരുവരുടെയും അസ്ത്രങ്ങൾ ശാന്തമായി. അപ്പോഴും അവർ യുദ്ധം തുടരുകയായിരുന്നു. സഞ്ജയൻ തുടർന്നു. മഹാരാജാവേ, ഈ അവസരത്തിൽ ദുശാസനനും ദൃഷ്ടദ്യുമ്നനും തമ്മിൽ ഏറ്റുമുട്ടി. അങ്ങയുടെ പുത്രൻ്റെ യുദ്ധസാമർഥ്യത്തിൽ ധാരാളം പാണ്ഡവ സൈന്യം മരിച്ചു. എങ്കിലും ദൃഷ്ടദ്യുമ്നൻ്റെ ശരവേഗം അയാൾക്കില്ലായിരുന്നു. അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ദുശാസനൻ രക്ഷപ്പെടാൻ വേണ്ടി പിന്തിരിഞ്ഞു. അപ്പോൾ പാഞ്ചാല രാജകുമാരൻ ദ്രോണരുടെ നേരെ തിരിഞ്ഞു. ഇതേ സമയത്ത് ദുര്യോധനൻ സാത്വികയുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. ഇരുവരും ബാല്യത്തിൽ മുതൽ തന്നെ ചങ്ങാതിമാരായിരുന്നെങ്കിലും യുദ്ധഭൂമിയിൽ അതൊന്നും പ്രകടിപ്പിച്ചില്ല. രൂക്ഷമായ യുദ്ധം നടക്കുന്നതിനിടയിൽ ദുര്യോധനൻ സാത്വികയോട് പറഞ്ഞു, ചങ്ങാതി, ക്രോധം, ലോഭം, മോഹം, അമർഷം ഇവയെല്ലാം ക്ഷത്രിയർക്ക് ഭൂഷണമായ ധർമ്മമല്ല. ഇതാണല്ലോ ഇന്ന് നമ്മളെ യുദ്ധഭൂമിയിൽ എത്തിച്ചത്. നാം തമ്മിൽ പ്രാണൻ ത്യജിക്കാൻ വരെ തയ്യാറായ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാ ഈ യുദ്ധഭൂമിയിൽ അതെല്ലാം നാം മറന്നിരിക്കുന്നു. രാജാവേ, സാത്യകി ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ദുര്യോധന, ക്ഷത്രിയ സ്വഭാവമല്ലേ അത്? യുദ്ധഭൂമിയിൽ ശിഷ്യന് ആചാര്യനെ വധിക്കേണ്ടതായി വരും. മറിച്ചും സംഭവിക്കാം. നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ എത്രയും വേഗം എന്നെ വധിക്കുക. നിന്റെ കൈകളാൽ ഞാൻ ആ പുണ്യലോകം പോകട്ടെ. കൂടുതൽ ജീവിക്കും തോറും കൂടുതൽ സുഹൃത്തുക്കളുടെ ദാരുണമായ അന്ത്യം കാണേണ്ടി വരും. പിന്നീട് അവർ രണ്ടുപേരും അസ്ത്രങ്ങൾ തൂക്കിക്കൊണ്ട് യുദ്ധം തുടർന്നു. സാത്യകി ദുര്യോധനൻ്റെ വില്ല് തകർത്തു. ഒപ്പം അങ്ങയുടെ പുത്രനെ ശക്തമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. വേദന കൊണ്ട് പുളഞ്ഞ ദുര്യോധനൻ സ്വന്തം രഥത്തിൽ തന്നെ മറഞ്ഞിരുന്നു. രാജാവേ, അയാൾക്ക് സ്വസ്ഥമായി മടങ്ങി വരാൻ കുറച്ചു സമയം വേണ്ടിവന്നു. പിന്നീട് അയാൾ യുദ്ധത്തിൽ സർവ്വശക്തിയും എടുത്ത് പോരാടി. ദുര്യോധനൻ പ്രയാസപ്പെടുന്നത് കണ്ട് കർണൻ രക്ഷയ്ക്കെത്തി. കർണൻ പിന്തിരിഞ്ഞത് ഭീമസേനന് ഇഷ്ടമായില്ല. ഭീമൻ ശരങ്ങൾ പൊഴിച്ചുകൊണ്ട് പിന്നാലെ എത്തി. കർണൻ്റെ ശരങ്ങളേറ്റ് ഭീമൻ്റെ തേരാളി മരിക്കുകയും വില്ല് തകരുകയും ചെയ്തു. ഗദയുമായി പാഞ്ഞെത്തിയ ഭീമൻ കർണൻ്റെ രഥം തകർത്തു. ഒപ്പം സാരഥിയെ വധിക്കുകയും ചെയ്തു. കുപിതനായ കർണൻ പലവിധ ആയുധങ്ങൾ ഭീമന് നേരെ പ്രയോഗിച്ചു. എങ്കിലും ഭീമൻ അതിനെയെല്ലാം നിഷ്ഫലമാക്കി. രാജാവേ, മറ്റൊരു ഭാഗത്ത് ദൃഷ്ടദ്യുമ്നനും ദ്രോണാചാര്യരും തമ്മിൽ യുദ്ധം തുടരുകയായിരുന്നു. ക്രുദ്ധനായ ദ്രോണർ പാഞ്ചാലസേനയെ നിരന്തരം വധിച്ചുകൊണ്ടിരുന്നു. എങ്കിലും പാഞ്ചാലർ പിന്മാറിയില്ല. ഈ വിധം ദ്രോണർ പാഞ്ചാലസേനയുടെ മേൽ നാശം വിതയ്ക്കുന്നത് കണ്ട് ഭയന്ന പാണ്ഡവർ വിജയാഘോഷം വേണ്ടെന്ന് വെച്ചു. ആചാര്യൻ തങ്ങളുടെ സൈന്യത്തെ ഉന്മൂലനാശനം വരുത്തുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. പാണ്ഡവരുടെ മനസ്സിനെ ബാധിച്ച ഭയം ശ്രീകൃഷ്ണന് മനസ്സിലായി. അദ്ദേഹം പാണ്ഡവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ധർമ്മജ, നിങ്ങളെ ബാധിച്ചിട്ടുള്ള ഭയം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഊഹം ശരിയാണ്. ദ്രോണാചാര്യർ ആയുധം ധരിച്ചു നിൽക്കുമ്പോൾ ഇന്ദ്രന് പോലും അദ്ദേഹത്തെ വധിക്കാൻ ആവില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും നിങ്ങൾക്ക് വിജയിക്കാനും ആകില്ല. അതിന് ഒരു ഉപായം കണ്ടെത്തേണ്ടതാണ്. ഞാൻ ഒരു സൂചന തരാം. അദ്ദേഹത്തിൻ്റെ പുത്രനായ അശ്വത്ഥാമാവ് മരണപ്പെട്ടാൽ പിന്നെ ദ്രോണർ യുദ്ധം ചെയ്യുകയില്ല. അതുകൊണ്ട് അശ്വത്ഥാമാവ് മരിച്ചെന്ന വിവരം ആരെങ്കിലും അദ്ദേഹത്തെ അറിയിക്കണം. മഹാരാജാവേ, അർജുനൻ ഈ മാർഗത്തെ അംഗീകരിച്ചില്ല. യുധിഷ്ഠിരൻ പ്രയാസപ്പെട്ടാണെങ്കിലും സമ്മതിച്ചു. ബാക്കി പാണ്ഡവർക്ക് അതിന് പൂർണ്ണസമ്മതം ആയിരുന്നു. പാണ്ഡവപക്ഷത്ത് തന്നെയുള്ള മാളവരാജാവായ ഇന്ദ്രവർമ്മന് അശ്വത്ഥാമാവ് എന്നു പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു.
സ്വന്തം പക്ഷത്ത് തന്നെ ആണെങ്കിലും ഭീമൻ ഗദ കൊണ്ട് ആ ആനയെ അടിച്ചു കൊന്നു. എന്നിട്ട് ദ്രോണാചാര്യരുടെ സമീപമെത്തി അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മരിച്ചത് ആനയാണെന്ന് ഭീമൻ വെളിപ്പെടുത്തിയില്ല. ഭീമൻ്റെ വെളിപ്പെടുത്തൽ ദ്രോണരിൽ ഒരു നടുക്കം സൃഷ്ടിച്ചു. എങ്കിലും തൻ്റെ മകൻ്റെ കഴിവുകൾ അറിയാവുന്നതിനാൽ ദ്രോണർ ഭീമൻ്റെ വാക്കുകളെ വിശ്വസിക്കാതെ ദൃഷ്ടദ്യുമ്നനുമായി യുദ്ധം തുടർന്നു. രാജാവെ, ആയിരക്കണക്കായ പാഞ്ചാല സൈനികർ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ദ്രോണരെ മൂടി. എന്നാൽ തൻ്റെ അസ്ത്രവൈഭവത്താൽ ദ്രോണർ അതിനെയെല്ലാം തകർത്തെറിഞ്ഞു. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ കോപത്താൽ ആചാര്യൻ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. ആകാശവും ഭൂമിയും വിറകൊണ്ടു. ബ്രഹ്മാസ്ത്രം ആയിരക്കണക്കായ പാഞ്ചാല വീരന്മാരുടെ കൈകളും ശിരസും അരിഞ്ഞു വീഴ്ത്തി. അങ്ങനെ ദ്രോണർ തന്നെ ആക്രമിക്കാനെത്തിയ മുഴുവൻ ആളുകളെയും വധിച്ചു. കൂടാതെ 1000 കുതിരകളും 10000 ആനകളും 500 മത്സ്യദേശക്കാരും 6000 സൃഞ്ജയന്മാരും മരിച്ചു വീണു. ദ്രോണരുടെ ക്രുദ്ധമായ മുഖം കണ്ടിട്ട് സപ്തർഷികളായ വിശ്വാമിത്രൻ, ജമദഗ്നി, ഭരദ്വാജൻ, ഗൗതമൻ, വസിഷ്ഠൻ, അത്രി, കശ്യപൻ എന്നിവർ അഗ്നിദേവനെയും കൂട്ടി അവിടെ എത്തി. സിഗതൻ, പ്രശ്നി, ഗർഗൻ, ബാലഖില്യർ, ഭൃഗു, അങ്കിരസ് തുടങ്ങിയ മഹർഷിമാരും അവർക്കൊപ്പം അവിടെ വന്നിരുന്നു. അവർ ദ്രോണരോട് പറഞ്ഞു, ദ്രോണ, ഇനി യുദ്ധം മതിയാക്കൂ. ആയുധം താഴെ വയ്ക്കണം. ഇതുവരെ താങ്കൾ ധർമ്മത്തിനെതിരായിട്ടാണ് യുദ്ധം ചെയ്തത്. നിങ്ങളുടെ മരണത്തിനുള്ള സമയം ആയിരിക്കുന്നു. ഇനി ഈ ദുഷ്കർമ്മം അവസാനിപ്പിക്കൂ. ദ്രോണ, നിങ്ങൾ വേദാംഗങ്ങളിൽ പണ്ഡിതനാണ്, സത്യസന്ധനും ധർമ്മിഷ്ഠനുമാണ്. അതിലേറെ നിങ്ങളൊരു ബ്രാഹ്മണനാണ്. ഇത് നിങ്ങൾക്ക് കീർത്തികരമല്ല. സനാതനധർമ്മത്തിൽ ഉറച്ചു നിൽക്കൂ. ഈ ലോകത്തെ നിങ്ങളുടെ ജീവിതകാലം അവസാനിച്ചിരിക്കുന്നു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ അറിയാത്തവരുടെ നേർക്ക് അത് പ്രയോഗിക്കരുതെന്ന തത്വം നിങ്ങൾ പാലിച്ചില്ല. ഈ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് മൃത്യുലോകത്തെ സ്വീകരിക്കൂ. രാജാവേ, മഹർഷിമാർ പറഞ്ഞതെല്ലാം ആചാര്യൻ കേട്ടു. ഭീമൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എങ്കിലും ദ്രൗണി മരിച്ചെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ഉറക്കെ ചോദിച്ചു, എൻ്റെ മകൻ മരിച്ചു എന്ന് പറഞ്ഞത് സത്യമാണോ? അദ്ദേഹം യുധിഷ്ഠിരനോട് ചോദിച്ചു, ധർമ്മജ, നീ പറയൂ, നിന്റെ വാക്കുകളെ എനിക്ക് വിശ്വാസമാണ്. ത്രിലോകങ്ങളും നഷ്ടമാകുമെന്ന് പറഞ്ഞാൽ പോലും യുധിഷ്ഠിരൻ കള്ളം പറയില്ല. ബാല്യകാലം മുതലേ യുധിഷ്ഠിരൻ്റെ സത്യനിഷ്ഠയിൽ ദ്രോണർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും ഈ കളവ് പറഞ്ഞില്ലെങ്കിൽ ദ്രോണർ പാണ്ഡവരെ ഉന്മൂലനം ചെയ്യുമെന്ന് ബോധ്യമുണ്ടായിരുന്നതിനാൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ധർമ്മജ, ആചാര്യൻ ഇനി 1/2 ദിവസം കൂടി യുദ്ധം തുടർന്നാൽ പാണ്ഡവരും ഈ സൈന്യവും ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെടും. അങ്ങ് ഞങ്ങളുടെ രക്ഷയെ കരുതി ഈ കളവ് പറയണം. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കളവ് പറയുന്നത് പാപമല്ല. ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ടു നിന്ന ഭീമസേനൻ പറഞ്ഞു, മഹാരാജാവേ, ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിലെ മാളവരാജാവായ ഇന്ദ്രവർമ്മൻ്റെ അശ്വത്ഥാമാവ് എന്ന ആനയെ ഞാൻ വധിച്ചിട്ടുണ്ട്. ആ വിവരം ആചാര്യൻകൾക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ വാക്കുകളെ വിശ്വാസമില്ലാത്തതിനാലാണ് അദ്ദേഹം അങ്ങയോട് ചോദിക്കുന്നത്. അതിനാൽ ശ്രീകൃഷ്ണനുമായി ആലോചിച്ച് അങ്ങ് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് അറിയിക്കണം. അങ്ങയുടെ വാക്കുകളിൽ വിശ്വാസമുള്ള ആചാര്യൻ ഈ വാക്കുകൾ കേട്ടാൽ പിന്നെ യുദ്ധം ചെയ്യുകയില്ല. രാജാവേ, യുധിഷ്ഠിരൻ കൃഷ്ണനുമായി ആലോചിച്ച ശേഷം ദ്രോണരുടെ അടുത്ത് ചെന്ന് ഉറക്കെ പറഞ്ഞു, അശ്വത്ഥാമാവ് മരിച്ചു. ഒരു ശ്വാസത്തിന് ശേഷം പതിഞ്ഞ സ്വരത്തിൽ, പക്ഷേ ആന എന്നും പറഞ്ഞു. ഈ കളവ് പറയുന്നതിന് മുമ്പ് വരെ യുധിഷ്ഠിരൻ്റെ രഥം ഭൂമിയിൽ നിന്ന് 4 അങ്കുലം ഉയർന്നാണ് നിന്നിരുന്നത്. പക്ഷേ ഇത് പറഞ്ഞതോടെ രഥം ഭൂമിയെ സ്പർശിച്ചു. രഥം ഉയർന്നു നിന്നിരുന്നു എന്നതും പിന്നെ അത് ഭൂമിയെ സ്പർശിച്ചു എന്നതും ആലങ്കാരികമായ ഒരു പ്രസ്താവനയാണ്. സത്യനിഷ്ഠയിൽ കൂടി മാത്രം ജീവിച്ചിരുന്ന യുധിഷ്ഠിരൻ്റെ യശസ് എന്നും ഉയർന്നു തന്നെ നിന്നിരുന്നെന്നും ഒരു പുളിവാക്ക് പറഞ്ഞതിലൂടെ ആ യശസ്സിന് കോട്ടം തട്ടിയെന്നും മാത്രം കരുതിയാൽ മതി. സഞ്ജയൻ തുടർന്നു, യുധിഷ്ഠിരനിൽ നിന്നും അശ്വത്ഥാമാവ് മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ദ്രോണർ ശോകാർത്തനായി. സപ്തർഷികൾ പറഞ്ഞതുപോലെ താൻ പാണ്ഡവരോട് പ്രവർത്തിച്ചത് അനീതിയായിരുന്നുവെന്ന് ആചാര്യൻ ചിന്തിച്ചു. ദ്രോണരിൽ ഉണ്ടായ ഭാവമാറ്റം പ്രയോജനപ്പെടുത്തുവാൻ ദൃഷ്ടദ്യുമ്നൻ ഉത്സാഹിച്ചു. അയാൾ തൻ്റെ വില്ലിൽ അമ്പു തൊടുത്തു. ഇത് കണ്ട് ദ്രോണർ തൻ്റെ അങ്കിരസം എന്ന വില്ലിൽ
ബ്രഹ്മാണ്ഡം എന്ന ബാണം തൊടുത്തു. ദ്രോണർ അയച്ച അസ്ത്രമേറ്റ് ദൃഷ്ടദ്യുമ്നൻ്റെ വില്ലും രഥധ്വജവും തകർന്നു. സൂതൻ മരിക്കുകയും ചെയ്തു. തകർന്ന രഥത്തിൽ നിന്നുകൊണ്ട് പാഞ്ചാല രാജകുമാരൻ വിക്ഷേപിച്ച അസ്ത്രമേറ്റ് ദ്രോണർക്ക് ആഴത്തിൽ മുറിവ് പറ്റി. ആചാര്യൻ പ്രയോഗിച്ച കുന്തമേറ്റ് ദൃഷ്ടദ്യുമ്നൻ്റെ ചാപം തകർന്നു. തുടർന്ന് അയാൾ എടുത്ത വില്ലുകളെല്ലാം ആചാര്യൻ തകർത്തു. ഒടുവിൽ ഗദയും വാളും മാത്രം ആ കുമാരൻ്റെ കയ്യിൽ ശേഷിച്ചു. ധൃഷ്ടദ്യുമ്നൻ തൻ്റെ തേർക്കുതിരകളെ ദ്രോണരുടെ കുതിരകൾക്കിടയിൽ കയറ്റി നിർത്തി. അയാൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുവാൻ തുടങ്ങി. ആചാര്യൻ ഒരമ്പ് കൊണ്ട് കുതിരകളുടെ ബന്ധനവും രഥചക്രങ്ങളും തകർത്തു. ധൃഷ്ടദ്യുമ്നൻ എടുത്ത ഗദയും ദ്രോണർ തകർത്തെറിഞ്ഞു. പെട്ടെന്ന് ഒരു വാളെടുത്തുകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ ആചാര്യൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കുവാൻ വേണ്ടി ദ്രോണരുടെ രഥത്തിലേക്ക് ചാടിക്കയറി. പക്ഷേ ആ ശ്രമവും ദ്രോണർ വിഫലമാക്കി. ഇത് കണ്ട് അവിടെ എത്തിയ സാത്യകി ദ്രോണരോട് ഏറ്റുമുട്ടി. ദ്രോണർ വില്ലിൽ നിന്നും വിക്ഷേപിച്ച ഒരസ്ത്രം സാത്യകിയെ തടഞ്ഞു. പക്ഷേ സാത്യകി കൗരവപക്ഷത്തെ മഹാരഥന്മാരോട് എല്ലാം യുദ്ധം ചെയ്തു. ദുര്യോധനൻ സാത്യകിയോട് എതിർത്ത് നിന്നു. അർജുനനൊഴികെയുള്ള പാണ്ഡവർ സാത്യകിക്കൊപ്പം എത്തിച്ചേർന്നു. യുധിഷ്ഠിരൻ സൃഞ്ജയന്മാരെ ദ്രോണർക്കെതിരെ അയച്ചു. പക്ഷേ ദ്രോണർ ശക്തമായി തിരിച്ചടിച്ചു. ഈ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ സൈന്യവുമായി ദ്രോണരെ വളഞ്ഞു. ആചാര്യൻ അയാളുടെ രഥം തകർത്തു. ഭീമൻ വേഗമെത്തി ദൃഷ്ടദ്യുമ്നനെ തൻ്റെ രഥത്തിൽ കയറ്റി. എന്നിട്ട് ദ്രോണരുടെ സമീപമെത്തി പറഞ്ഞു, ബ്രാഹ്മണർ ഈ വിധം ക്ഷത്രിയഹിംസ ചെയ്യരുത്. പ്രാണിഹിംസ ചെയ്യാതിരിക്കുന്നത് ശ്രേഷ്ഠകരമാണെന്ന് കേട്ടിട്ടുണ്ട്. ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണനാണങ്ങ്. അങ്ങയുടെ പുത്രൻ അകലെ എങ്ങോ കിടന്ന് കൊല്ലപ്പെട്ടു. ഇനിയും യുദ്ധം തുടരണോ? ദ്രോണർ ഒരു നിമിഷം പുറകോട്ട് ചിന്തിച്ചു. കിണറ്റിൽ വീണ പന്ത് അസ്ത്രവിദ്യ കൊണ്ട് എടുത്തുകൊടുത്ത തൻ്റെ ശിഷ്യന്മാരാണിവർ. ഗുരുദക്ഷിണയായി ദുർപദ രാജാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടു തന്ന തൻ്റെ ഉത്തമ ശിഷ്യൻ. ഒരു സ്ത്രീ അപമാനിക്കപ്പെടുമ്പോൾ നിസ്സഹായനായി നോക്കി നിന്ന താൻ ഇവരോട് ഒരിക്കലെങ്കിലും നീതി പുലർത്തിയിട്ടുണ്ടോ? അശ്വത്ഥാമാവിന് വേണ്ടിയാണ് തൻ്റെ ജീവിതം മാറ്റിവെച്ചത്. ആ മകനും നഷ്ടമായി. ഒരു നിമിഷം സപ്തർഷികളുടെ ആജ്ഞ പോലെ ഗുരു പരശുരാമനെ ധ്യാനിച്ച് ആയുധം നെറുകയിൽ ചേർത്ത് വണങ്ങി. സാവധാനം അവയെ ഭൂമിക്ക് സമർപ്പിച്ചു. യുദ്ധഭൂമിയിൽ തന്നെ ഇരുന്നു. കണ്ണുകൾ നിമീലിതങ്ങളായി. ദ്രോണാചാര്യർ ധ്യാനത്തിൽ പ്രവേശിച്ചു, ദൃഷ്ടദ്യുമ്നൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട്. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.